ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. പെട്രോൾ പമ്പ് ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. വേലൂരിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് FCIയിൽ നിന്ന് കൊണ്ടുവന്ന പുഴുവരിച്ച ഗോതമ്പ് തിരിച്ചയക്കാൻ നിർദ്ദേശം. കുരിയച്ചിറ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് എത്തിച്ച അരിയിൽ ചെള്ള് കണ്ടെത്തിയതിനെ തുടർന്ന് 3 ലോഡ് അരി മില്ലിലേക്ക് തിരിച്ചയച്ചു. തുലാവർഷം തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ഇടിമിന്നലിലും മഴയിലും പരക്കെ നാശനഷ്ടം. അതിരപ്പിള്ളിയിൽ ദമ്പതികൾക്ക് ഇടിമിന്നലേറ്റു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ മരം വീണ് കാറുകൾ തകർന്നു. പുതുക്കാട് പാഴായിയിൽ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവം. വിദേശത്തുള്ള സാക്ഷികളുടെ വിചാരണ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തി തൃശൂർ ജില്ലാ കോടതി ചരിത്രം സൃഷ്ടിച്ചു. പുതിയ വാഹനങ്ങൾ മാസങ്ങളോളം ഓടിച്ച ശേഷം കിലോമീറ്ററിൽ കൃത്രിമം നടത്തി വിൽപ്പന നടത്തുന്നത് വ്യാപകമാകുന്നു. പുതിയ വാഹനങ്ങളുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തി. തൊഴിയൂർ സുനിൽ വധക്കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികൾ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയതായി അന്വേഷണ സംഘം. വാർത്തകൾ വിശദമായി. കയ്പമംഗലത്തെ പെട്രോൾ പമ്പ് ഉടമ കോഴിപ്പറമ്പിൽ മനോഹരനെ തട്ടിക്കൊണ്ടുപോയി ദാരുണമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ചളിങ്ങാട് കള്ളിപ്പറമ്പിൽ അനസ്, വഴിയമ്പലം കുറ്റിക്കാടൻ സ്റ്റിയോ, കയ്പമംഗലം കുന്നത്ത് വീട്ടിൽ അൻസാർ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ കയ്പമംഗലത്തുള്ള തന്റെ പെട്രോൾ പമ്പിൽ നിന്ന് വീട്ടിലേക്ക് കാറിൽ പോകും വഴിയാണ് ബൈക്കിലെത്തിയ അക്രമി സംഘം മനോഹരനെ തട്ടിക്കൊണ്ടുപോയത്. ഹൈവേയിൽ നിന്ന് ഇടവഴിയിലൂടെ പോകുമ്പോൾ അക്രമി സംഘം നേരത്തെ പദ്ധതിയിട്ട പ്രകാരം മനോഹരന്റെ കാറിന് പിറകിൽ ബൈക്ക് ഇടിപ്പിച്ചു. ഉടൻ തന്നെ 1-ാം പ്രതി അനസ് ബൈക്കിൽ നിന്ന് താഴെ വീണതുപോലെ നിലത്ത് വീണുകിടന്ന് അഭിനയിച്ചു. മനോഹരൻ ഇവരുടെ അടുത്തെത്തിയപ്പോൾ താഴെ നിന്നും ചാടി എഴുന്നേറ്റ അനസും സമീപത്ത് നിന്നിരുന്ന സ്റ്റിയോയും അൻസാറും കൂടി മനോഹരന്റെ വായ പൊത്തിപ്പിടിച്ച് കൈകൾ പുറകിലേക്ക് ടേപ്പ് ചുറ്റി ബന്ധിപ്പിച്ചും കീഴ്പ്പെടുത്തി കാറിലേക്ക് തള്ളിയിട്ടു. കാറിൽ വെച്ച് അനസ് തന്റെ കയ്യിലുള്ള തോക്ക് പുറത്തേക്ക് ഫയർ ചെയ്ത് മനോഹരനെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അക്രമി സംഘം കരുതിയിരുന്നത് പോലെ മനോഹരൻ പമ്പിൽ നിന്ന് പണം എടുത്തിരുന്നില്ല. പോക്കറ്റിൽ കുറച്ച് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാറിൽ എല്ലാ ഭാഗങ്ങളിലും പരിശോധിച്ചെങ്കിലും പണം കിട്ടാത്തതിൽ ക്ഷുഭിതരായ അക്രമി സംഘം മനോഹരൻ ഇക്കാര്യം പുറത്തു പറയുമോ എന്ന ഭയത്താൽ അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. തുടർന്ന് പറവൂർ, കളമശ്ശേരി, ചാലക്കുടി, ചാവക്കാട് മേഖലയിൽ കറങ്ങിയ ശേഷം ഗുരുവായൂരിനടുത്ത് ഒരു പഴയ കെട്ടിടത്തിന് സമീപം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. 2 മണിക്കൂറോളം ഇവരുടെ കൂടെ ഇതിൽ പ്രതികൾ ഉണ്ടായിരുന്നു. ഈ പ്രതികൾ ഇവരുടെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ പെട്ടെന്ന് വന്നു. അവസാനം ഇയാൾ ഒരു അൺകോൺഷ്യസ് സ്റ്റേജിലെത്തി. ഏകദേശം മരണപ്പെട്ടെന്നുള്ള ഏകദേശം ആ ഒരു തോന്നൽ വന്നു. ഇത് ചെയ്തു. അങ്ങനെയാണ് അവിടെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. മമ്മിയൂരിൽ നിന്നും കാറുമായി കടന്ന പ്രതികൾ മലപ്പുറം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ കാർ നിർത്തിയിട്ട് കാർ പൊളിച്ചു വിൽപ്പന നടത്തുന്ന സംഘത്തിന് വിൽക്കുവാൻ പദ്ധതിയിട്ട് ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. അങ്ങാടിപ്പുറത്ത് നിന്ന് മനോഹരന്റെ സിയാസ് കാറും പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. TCV ഇരിങ്ങാലക്കുട. DIGയുടെ വിശ്വാസം കാത്ത് അന്വേഷണ സംഘം. തുടരെ കൊലയാളികളെ കൽത്തുറുങ്കിലടച്ച് തൃശൂർ റൂറൽ പോലീസ്. ദിവസങ്ങൾക്ക് മുമ്പ് മതിലകം കട്ടൻ ബസാറിൽ യുവാവിനെ കുത്തിക്കൊന്ന് മുങ്ങിയ 1-ാം പ്രതിയെ ഒറീസയിൽ നിന്ന് പിടികൂടിയ അതേ അന്വേഷണ സംഘം തന്നെയാണ് പെട്രോൾ പമ്പ് ഉടമയുടെ ഘാതകരെ സംഭവത്തിന്റെ 2-ാം നാൾ തന്നെ പിടികൂടിയത്. മധ്യമേഖല DIG S സുരേന്ദ്രൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി KP വിജയകുമാരൻ, ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി ഇൻസ്പെക്ടർ KR ബിജു, കയ്പമംഗലം SI ജയേഷ് ബാലൻ, PG അനൂപ്, റൂറൽ ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫി, സീനിയർ CPOമാരായ CA ജോബ്, MK ഗോപി, സൂരജ് V ദേവ്, ഷഫീർ ബാബു, ജീവൻ ES, മാനുവൽ MV എന്നിവരടങ്ങിയതാണ് പ്രത്യേക അന്വേഷണ സംഘം. വേലൂരിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് FCIയിൽ നിന്ന് കൊണ്ടുവന്ന പുഴുവരിച്ച ഗോതമ്പ് തിരിച്ചയക്കാൻ നിർദ്ദേശം. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ KV മോഹൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ S ഷാനവാസാണ് തിരിച്ചയക്കാൻ ഉത്തരവിട്ടത്. ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ചൊവ്വാഴ്ച നേരിട്ടെത്തി
വേലൂർ ഗോഡൌണിൽ പരിശോധന നടത്തിയിരുന്നു. കമ്മീഷണർ ആവശ്യപ്പെട്ടത് പ്രകാരം കലക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. കമ്മീഷണർ നടത്തിയ പരിശോധനയുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് തിരിച്ചയക്കുവാൻ നടപടി സ്വീകരിച്ചത്. പുഴുക്കളെ കണ്ടതിനെ തുടർന്ന് തൃശൂർ കുരിയച്ചിറയിലെ വെയർഹൌസിൽ ഇറക്കാതെ മടക്കിയ ഗോതമ്പ് FCI വേലൂരിലേക്ക് റിലീസിംഗ് ഓർഡർ തിരുത്തിയെത്തിക്കുകയായിരുന്നു. ജില്ലാ സപ്ലൈ ഓഫീസർക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഗോതമ്പ് വേലൂരിലെ ഗോഡൌണിൽ ഇറക്കാൻ അനുവദിച്ചില്ല. സപ്ലൈകോ വിജിലൻസ് വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധന നടത്തി നൽകിയ റിപ്പോർട്ടും ക്വാളിറ്റി കൺട്രോളർ നൽകിയ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് തിരിച്ചയക്കുന്നത്. പുഴുക്കളുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടും ഗോതമ്പ് വേലൂരിലേക്ക് അയച്ചതും കീടനാശിനിയായ അലുമിനിയം ഫോസ്ഫേറ്റ് ഗുളികകൾ ഗോതമ്പ് ചാക്കുകൾക്കിടയിൽ ഉപയോഗിച്ചതും FCI ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചയാണെന്ന് കണ്ടെത്തിയിരുന്നു. കുരിയച്ചിറ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് എത്തിച്ച അരിയിൽ ചെള്ള് കണ്ടെത്തിയതിനെ തുടർന്ന് 3 ലോഡ് അരി മില്ലിലേക്ക് തിരിച്ചയച്ചു. 6 ലോഡ് അരിയാണ് കഴിഞ്ഞ ദിവസം വെയർഹൌസിൽ എത്തിച്ചത്. അരിച്ചാക്കുകളിൽ ചെള്ള് കണ്ടെത്തിയതിനെ തുടർന്ന് തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ തയ്യാറായില്ല. ക്വാളിറ്റി കൺട്രോളർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് അരി തിരിച്ചയച്ചത്. അതേസമയം റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുരിയച്ചിറ വെയർഹൌസിന് മുന്നിൽ ധർണ നടത്തി. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് നിവേദനം നൽകി. പുഴു നിറഞ്ഞ 4 ഗോതമ്പ് ലോഡുകൾ തിരിച്ചയച്ച കുരിയച്ചിറ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് 5-ാം ദിവസം എത്തിയത് ചെള്ളും പ്രാണികളും നിറഞ്ഞ 5 ലോഡ് മട്ടയരി. കാലടിയിലെ 2 സ്വകാര്യ മില്ലുകളിൽ നിന്ന് 5 ലോഡുകളിലായി ചെള്ളും പാറ്റയും നിറഞ്ഞതും നിറം കയറ്റിയതുമായ ഗുണനിലവാരമില്ലാത്ത 1700ഓളം CMR മട്ടയരിയാണ് കുരിയച്ചിറ സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ ചൊവ്വാഴ്ച എത്തിയത്. അരിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ചുമട്ടുതൊഴിലാളികൾ അരി ഇറക്കാൻ കൂട്ടാക്കിയില്ല. ഗോഡൌൺ കസ്റ്റോഡിയൻ ലോഡുകൾ ഏറ്റുവാങ്ങാനും വിസമ്മതിച്ചതോടെ അരി സിവിൽ സപ്ലൈസ് ക്വാളിറ്റി കൺട്രോളർ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയിട്ട് ലോഡ് ഇറക്കിയാൽ മതിയെന്ന നിലപാടിലെത്തുകയായിരുന്നു അധികൃതർ. മില്ലുകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമേ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് കൊണ്ടുവരാവൂ എന്നാണ് ചട്ടം. കാലടിയിൽ നിന്ന് തൃശൂരിലെത്താനുള്ള 2 മണിക്കൂറിനിടെ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്ന് പറയുന്ന അരി ലോഡുകൾ എങ്ങനെയാണ് ചെള്ളും പ്രാണിയും നിറഞ്ഞ് നിറം കയറ്റിയതായെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഗോഡൌണിലെത്തുന്ന ഭക്ഷ്യധാന്യത്തിന്റെ ഗുണനിലവാരം സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കാറില്ല എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ജില്ലയിലെ ഒട്ടുമിക്ക താലൂക്കുകളിലേക്കും ഭക്ഷ്യധാന്യ വിതരണം നടത്തുന്നത് ഒരു കരാറുകാരനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുണനിലവാരമില്ലാത്തതാണെന്നറിഞ്ഞിട്ടും ഇത്തരം ഭക്ഷ്യധാന്യ ലോഡുകൾ ഇറക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. അത്തരം സമ്മർദ്ദങ്ങൾക്ക് കയറ്റിറക്ക് തൊഴിലാളികൾ വഴങ്ങാതായതോടെയാണ് ജില്ലയിലെ റേഷൻ വിതരണ രംഗത്തെ അഴിമതിയിലേക്കും കെടുകാര്യസ്ഥതയിലേക്കും വിരൽ ചൂണ്ടുന്ന സംഭവങ്ങൾ ആവർത്തിച്ച് വെളിച്ചത്തായിക്കൊണ്ടിരിക്കുന്നത്. TCV തൃശൂർ. സംസ്ഥാനത്ത് കാലവർഷം പിൻവാങ്ങി. തുലാവർഷം തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ഉണ്ടാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇത്തവണ വൈകിയാണ് കാലവർഷം പിൻവാങ്ങിയത്. സാധാരണ സെപ്റ്റംബർ അവസാനത്തോടെയാണ് കാലവർഷം പിൻവാങ്ങുന്നത്. എന്നാൽ ഇത്തവണ ഒക്ടോബർ 9ഓടെയാണ് കാലവർഷം പൂർണ്ണമായും പിൻവാങ്ങിയത്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രളയം സൃഷ്ടിച്ചാണ് കാലവർഷം പിൻവാങ്ങുന്നത്. സംസ്ഥാനത്ത് ഇത്തവണ 13% അധികം മഴയാണ് ലഭിച്ചത്. വടക്കൻ കേരളത്തിൽ മഴ കുറയുമെങ്കിലും തെക്കൻ കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ചുഴലിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ജില്ലയിൽ ഇടിമിന്നലിലും മഴയിലും പരക്കെ നാശനഷ്ടം. അതിരപ്പള്ളിയിൽ വെട്ടിക്കുഴിയിൽ ഇടിമിന്നലേറ്റ് ദമ്പതികൾക്ക് നിസാര പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ഇടിമിന്നലിൽ വെട്ടിക്കുഴി മൽപ്പാൻ ജോസിനും ഭാര്യയ്ക്കുമാണ് പരിക്കേറ്റത്. വീടിന്റെ ചിമ്മിനിയുടെ ഒരു ഭാഗം ഇടിമിന്നലിൽ തെറിച്ചുപോയി. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ മരം വീണ് 2 കാറുകൾ തകർന്നു. കോതപറമ്പ് സെന്ററിലെ തണൽമരമാണ് കടപുഴകി വീണത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി. ശക്തമായ കാറ്റിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിരവധി മരങ്ങളും വൈദ്യുതി തൂണുകളും തകർന്നു വീണു. ഓട്ടുപാറയിലും ഒന്നാം കല്ലിലും കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കുറാഞ്ചേരിയിൽ അംഗനവാടിക്ക് മുകളിലേക്ക് മരം വീണ് ഷീറ്റുകൾ തകർന്നു. എട്ടുമനയിൽ വീട്ടുപറമ്പിൽ കെട്ടിയിട്ടിരുന്ന പശു ഇടിമിന്നലേറ്റ് ചത്തു. എട്ടുമന തുരുത്ത് അംബേദ്കർ കോളനിയിൽ തറയിൽ സുരേഷിന്റെ ഉടമസ്ഥതയിലുള്ള പശുവാണ് ചത്തത്. ഇടവേള.
ഹലോ, ഉറക്കമൊന്നുമില്ലേ? രാവിലെ പ്രാക്ടീസ് ഉള്ളതാ. സർദാർജിക്ക് എന്ത് പറ്റി? ദീപാവലി അല്ലേ സാർ, അവന് വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമാണ്. അതിനെന്തിനാ വിഷമിക്കുന്ന? കാൽക്കട്ടയിൽ ദീപാവലി ഉണ്ടെങ്കിൽ കൽപ്പറ്റയിലും ഉണ്ട്, തിരുനെൽവേലിയിലുണ്ടെങ്കിൽ തിരുവനന്തപുരത്തും ഉണ്ട്, പട്ടിയാലയിലുണ്ടെങ്കിൽ പാലക്കാടിലും ഉണ്ട്. നമ്മളെല്ലാരും ഒരു കുടുംബമല്ല. ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ് ദ ബിഗ് ഇന്ത്യൻ ദിവാലി സെയിൽ. ഈ വർഷത്തെ ഏറ്റവും പുതിയ ദിവാലി കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ഹാപ്പി ദിവാലി ബണ്ട്. കല്യാൺ സിൽക്സ്. വാർത്തകളിലേക്ക്. പുതുക്കാട് പാഴായിയിൽ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ ആസ്ട്രേലിയയിലുള്ള സാക്ഷികളുടെ വിചാരണ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തി തൃശൂർ ജില്ലാ കോടതി ചരിത്രം സൃഷ്ടിച്ചു. തൃശൂർ സെഷൻസ് കോടതിയിലെ വീഡിയോ കോൺഫറൻസ് റൂമിൽ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി സോഫി തോമസാണ് വിദേശത്തുള്ള സാക്ഷികളുടെ വിചാരണയും തെളിവെടുപ്പും വീഡിയോ കോൺഫറൻസ് വഴി നടത്തി ചരിത്രം സൃഷ്ടിച്ചത്. മെൽബണിലെ ഇന്ത്യൻ കോൺസുലേറ്റിലാണ് സാക്ഷികൾ വിചാരണയ്ക്കെത്തിയത്. നേരത്തെ തൃശൂരിൽ കുടുംബക്കോടതിയിലെ ഒരു കേസിൽ വിദേശത്തുള്ള ഡോക്ടറെ കോൺസുലേറ്റ് വഴി വിസ്താരം നടത്താൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. 2016 ഒക്ടോബർ 13 കേസിനാസ്പദമായ സംഭവം നടന്നത്. കണ്ണൂർ മട്ടന്നൂർ നന്ദനത്തിൽ രജിത് കുമാറിന്റെയും നീഷ്മയുടെയും 4 വയസ്സുള്ള മകൾ മേഘയെ ബന്ധുക്കളോടുള്ള മുൻ വൈരാഗ്യം മൂലം നീഷ്മയുടെ പിതൃസഹോദരിയായ ഒല്ലൂർ വാലിപ്പറമ്പിൽ ശൈലജ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട മേബയുടെ പിതാവായ രജിത് കുമാറും മാതാവായ നീഷ്മയും ഓസ്ട്രേലിയയിലെ മെൽബണിൽ ജോലി ചെയ്തു വരികയാണ്. കേസിൽ യഥാക്രമം 1ഉം 5ഉം സാക്ഷികളാണ് രജിത് കുമാറും നീഷ്മയും. വിസ കിട്ടാത്തതിനാലും ജോലി സംബന്ധമായും മെൽബണിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാതെ വന്നതിനാലുമാണ് വീഡിയോ കോൺഫറൻസ് വഴി തെളിവെടുപ്പ് നടത്തേണ്ടി വന്നത്. മെൽബണിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മുഖേന വീഡിയോ കോൺഫറൻസ് വഴി തെളിവെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അനുവദിച്ചതിനെ തുടർന്നാണ് മെൽബണിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് സ്കൈപ്പ് വഴി വിസ്താരവും എതിർവിസ്താരവും നടത്തി ചരിത്രം സൃഷ്ടിച്ചത്. കേസിലെ പ്രധാന സാക്ഷികളായ രമ്യ, അഞ്ജന എന്നിവരെയും വിസ്തരിച്ചു. വിചാരണ വ്യാഴാഴ്ചയും തുടരും. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KD ബാബു കോടതിയിൽ ഹാജരായി. TCV ന്യൂസ്, തൃശൂർ. പുതിയ വാഹനങ്ങൾ മാസങ്ങളോളം ഓടിച്ച ശേഷം കിലോമീറ്റർ 0 വിൽക്കുന്നു. പുതിയ വാഹനങ്ങൾ ഷോറൂമുകളിൽ എത്തിക്കുമ്പോൾ താൽക്കാലികമായി എടുക്കുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ട്രേഡ് സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞ ഒരു കാർ ചാലക്കുടിയിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അന്നമനടയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഈ സംഭവത്തിൽ 1 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന കേസാണ് എടുത്തിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഷോറൂമുകൾക്ക് തന്നെയാണ്. ട്രേഡ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ വാഹനത്തിൽ സൂക്ഷിച്ച് പകർപ്പ് പുറത്ത് പ്രദർശിപ്പിക്കണമെന്നാണ് നിയമം. പലപ്പോഴും ട്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളാണ് പുതുമോടിയിൽ തന്നെ നിരത്തുകളിലൂടെ ചീറിപ്പായുന്നത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചപ്പോൾ 1 മാസം മുൻപ് കാലാവധി കഴിഞ്ഞ ട്രേഡ് സർട്ടിഫിക്കറ്റുമായാണ് വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞു. ആദ്യം 3 വർഷം കാലാവധി ഉണ്ടായിരുന്ന ട്രേഡ് സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ 1 വർഷമാണ് കാലാവധി. ഷോറൂമിൽ നിന്ന് ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വാഹനം ഓടിച്ചു കാണിക്കുന്നതിനും കാര്യക്ഷമത ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് ട്രേഡ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. പല വാഹനങ്ങളും 1000 കിലോമീറ്റർ വരെ ഓടിച്ച ശേഷമാണ് മീറ്റർ 0 ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നത്. ചില ഷോറൂം നടത്തിപ്പുകാർ വാഹനങ്ങൾ ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്ത് വാടകയ്ക്ക് നൽകുന്നതായും സൂചനകളുണ്ട്. ഇത്തരം വാഹനങ്ങൾക്ക് ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം നൽകുന്നതും പുതുമയുള്ളതുമാണെന്നതിനാൽ കൂടുതൽ വാടക ഈടാക്കുന്നതായും പറയപ്പെടുന്നു. TCV മാള. തൊഴിയൂർ സുനിൽ വധക്കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികൾ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയതായി പോലീസ്. വാടാനപ്പള്ളി അഞ്ചങ്ങാടി സ്വദേശി നാലകത്തൊട്ടിയിൽ യൂസഫ് അലി, മലപ്പുറം കൊളത്തൂർ സ്വദേശി പൊതുവകത്ത് വീട്ടിൽ ഉസ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേസിൽ ജംഇയ്യത്തുൽ ഹിസാനിയ എന്ന തീവ്രവാദ സംഘടനയിൽ അംഗമായ ചാവക്കാട് സ്വദേശി മൊയ്തീനെ നേരത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം പ്രതികൾ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 24 വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തെ BJP പ്രവർത്തകൻ മോഹനചന്ദ്രനെ വധിച്ചതും ഇതേ പ്രതികളാണെന്നും മോഹനചന്ദ്രന്റെ മരണം പുനരന്വേഷിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KS സുരേഷ് ബാബു, ഇൻസ്പെക്ടർ KA ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തൊഴിയൂർ സുനിൽ വധക്കേസ് NIA കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് ആവശ്യപ്പെട്ടു. തൊഴിയൂർ സുനിൽ കേസടക്കം തീരദേശത്ത് നടന്ന കൊലപാതകങ്ങളിൽ മരിച്ചവർ
തീവ്രവാദ സംഘടനകളും CPM തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഇരകളാണെന്ന് നാഗേഷ് ആരോപിച്ചു. ചാവക്കാട്ടെ വ്യവസായവുമായുള്ള പൂർവ്വ വൈരാഗ്യവുമായി തൊഴിയൂർ കേസ് ഒതുക്കി ലഘൂകരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും നാഗേഷ് പറഞ്ഞു. നെല്ലങ്കര മുക്കാട്ടുകര സമരനായിക ഇറ്റ്യാനം അന്തരിച്ചു. 92 വയസ്സായിരുന്നു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഇറ്റ്യാനത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മുതിർന്ന പാർട്ടി നേതാക്കളും പ്രവർത്തകരും എത്തിയിരുന്നു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ മൃതദേഹം സംസ്കരിച്ചു. 2 ഇടങ്ങഴി നെല്ലിനും 2 രൂപ കൂലിക്കും വേണ്ടി മണ്ണിൽ അടിമവേല ചെയ്ത കാലത്ത് നെല്ലങ്കര മുക്കാട്ടുകര പാടശേഖരങ്ങളിൽ നടന്ന സമരങ്ങളിൽ നിർണായക പങ്കുവഹിച്ച സമരനായികയായിരുന്നു ഇറ്റ്യാനം. 5-1 പദത്തിനും ജന്മിയുടെ പറമ്പിൽ കൂലിയില്ലാതെ ചെയ്തിരുന്ന പിൻപണി സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് 70-72 കാലഘട്ടത്തിൽ നെല്ലങ്കര മുക്കാട്ടുകര പാടശേഖരങ്ങളിൽ നടന്ന ചോരവീണ പോരാട്ടങ്ങളിലെ സമരനായികയായിരുന്നു 92-കാരിയായ ഇറ്റ്യാനം. ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് ഭീകരമർദ്ദനം അഴിച്ചുവിട്ട് സമരത്തെ തകർക്കാൻ ഭൂവുടമകൾ നടത്തിയ കടുത്ത ശ്രമത്തെ ചെറുക്കാൻ ഇറ്റ്യാനം മുൻപന്തിയിലുണ്ടായിരുന്നു. കർഷക തൊഴിലാളികൾ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തിയതോടെ ജന്മിമാർ പണിക്കിറക്കാൻ ഒറ്റുകാരായ കരിങ്കാലികളെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഇതിനെ പ്രതിരോധിക്കാൻ കർഷക തൊഴിലാളികൾ തീരുമാനിച്ചു. അന്നത്തെ മർദ്ദകവീരൻ എന്ന് പേരുകേട്ട SI അഗസ്തിയുടെ നേതൃത്വത്തിൽ പോലീസ് ഭീകരാക്രമണം നടത്തി. ഇറ്റ്യാനത്തിന് നേരെ അലറിയെടുത്ത SIയെ കയ്യിൽ കരുതിയ അരിവാൾ കൊണ്ട് ഇറ്റ്യാനം ചെറുത്തുനിന്നു. ഇതിനിടയിൽ അരിവാൾ കൊണ്ട് SIയുടെ കൈവിരലുകൾ അറ്റു. പിന്നീട് ക്രൂരമായ നരനായാട്ടാണ് പോലീസ് നടത്തിയത്. ഇറ്റ്യാനത്തെ സമരഭൂമിയിൽ വെച്ചും പോലീസ് വാഹനത്തിലിട്ടും തല്ലിച്ചതച്ചു. ചോരവാർന്ന് അബോധാവസ്ഥയിലായ ഇറ്റ്യാനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ബോധം വീണത്. 74 വരെ കൂലിക്കും തൊഴിൽ സുരക്ഷയ്ക്കും വേണ്ടി സമരങ്ങൾ അലയടിച്ചു. സഖാക്കളായ അഴീക്കോടൻ രാഘവനും BS അച്യുതാനന്ദനും KK മാമക്കുട്ടിയും തൊഴിലാളികൾക്ക് കരുത്തായി കൂടെ നിന്നു. എല്ലാ മർദ്ദനങ്ങളെയും അടിച്ചമർത്തലുകളെയും അതിജീവിച്ച് കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഭൂവുടമകളെ കൊണ്ട് അംഗീകരിപ്പിച്ചാണ് പിന്നീട് ചോരവാർന്ന് ചരിത്രം കുറിച്ച നെല്ലങ്കര മുക്കാട്ടുകര സമരം അവസാനിപ്പിച്ചത്. പാർട്ടിയുടെ നാളിതുവരെയുള്ള സമരങ്ങളിലും സമ്മേളനങ്ങളിലും ആവേശത്തോടെ പങ്കെടുത്തിരുന്ന ഇറ്റ്യാനം പഴയകാല സമരനായകർക്ക് എന്നും ആവേശമായിരുന്നു. TCV തൃശൂർ. ഇടവേള. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. ജോസ് ആലുക്കാസ് ആഘോഷിക്കുന്നു 55 വർഷങ്ങൾ. ഇത്രയേറെ ദൂരം ഞങ്ങളെ എത്തിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ജോസ് ആലുക്കാസിൽ ഇപ്പോൾ പുതിയ കളക്ഷനുകൾ മാത്രമല്ല, എല്ലാവർക്കും സമ്മാനം, എല്ലാ പർച്ചേസിനും സമ്മാനം. ജോസ് ആലുക്കാസിന്റെ 55 വർഷങ്ങൾ, 5 കോടിയോളം രൂപയുടെ സമ്മാനങ്ങൾ. വാർത്തകൾ തുടരുന്നു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇനി പ്രസവ അവധി ആനുകൂല്യം. സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. സംസ്ഥാനത്തെ അൺഎയ്ഡഡ് മേഖലയിലടക്കമുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മെറ്റർണിറ്റി ബെനിഫിറ്റ് നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഓഗസ്റ്റ് 29 ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം തേടാൻ തീരുമാനിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് മെറ്റർണിറ്റി ബെനിഫിറ്റ് നിയമത്തിന്റെ പരിധിയിൽ അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുന്നത്. നിലവിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രസവാവധി ആനുകൂല്യത്തിന്റെ പരിധിയിലില്ല. നിയമഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ മെറ്റർണിറ്റി ബെനിഫിറ്റിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. മെറ്റർണിറ്റി ബെനിഫിറ്റ് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്ന ജീവനക്കാർക്ക് 26 ആഴ്ച ശമ്പളത്തോടെയുള്ള അവധിയാണ് അനുവദിക്കുന്നത്. നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതോടെ ഈ ആനുകൂല്യങ്ങളെല്ലാം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലും ലഭ്യമാകും. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക ജീവനക്കാർക്ക് മിനിമം വേതനം നിശ്ചയിച്ചുകൊണ്ടുള്ള ബില്ല് ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അവതരിപ്പിക്കുന്നുണ്ട്. TCV തൃശൂർ. ബൈക്കിലെത്തിയ സംഘം മുളകുപൊടി എറിഞ്ഞ് ലോട്ടറി കച്ചവടക്കാരന്റെ പണവും ലോട്ടറിയും അടങ്ങിയ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പാറമ്പാടം പാറപ്പുറത്ത് താമസിക്കുന്ന കല്ലായി വീട്ടിൽ ബാലനിൽ നിന്നാണ് ബാഗ് കവരാൻ ശ്രമിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 5:30യോടെയായിരുന്ന സംഭവം. വീട്ടിൽ നിന്ന് പാറമ്പാടം ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നതിനിടയിലായിരുന്നു കവർച്ചാ ശ്രമം നടന്നത്. ബഹളം വെച്ചതോടെ സംഘം ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അളഗപ്പ നഗറിൽ ഊബർ ടാക്സി ഡ്രൈവറെ ആക്രമിച്ച് കാർ തട്ടിയെടുത്ത പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി ചാലക്കുടി ഡിവൈഎസ്പി CR സന്തോഷ്. 2 പേരാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഇവരെ
തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. പ്രതികളുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികൾ ഓൺലൈനിൽ ഊബർ ടാക്സി ബുക്ക് ചെയ്ത നമ്പർ പോലീസിന് ലഭിച്ചിരുന്നു. ഈ നമ്പറാണ് പ്രതികളെ കുടുക്കാൻ പോലീസിന് സഹായകരമായത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തി. ഡിവൈഎസ്പിയുടെ സ്ക്വാഡും പുതുക്കാട് SHO SP സുധീരന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത്. ഹൃദയസ്തംഭനം മൂലമുള്ള മരണങ്ങൾ പ്രായഭേദമന്യേ വർദ്ധിക്കുന്നതായി പഠനം. ഹൃദയസ്തംഭനം വന്നാലുടൻ നടത്തേണ്ട അടിയന്തര ശുശ്രൂഷ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം സർക്കാരിന്റെ പരിഗണനയിൽ. ചെറുപ്പക്കാരടക്കമുള്ളവർക്കിടയിൽ ഹൃദയസ്തംഭനം മൂലമുള്ള മരണം വ്യാപകമാകുന്നതായാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രത്യാഘാതമായാണ് പലരിലും ഹൃദയാഘാതം പ്രകടമാകുന്നത്. ഹൃദയസ്തംഭനമുണ്ടായാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന അറിവില്ലാത്തതാണ് മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. വിദേശ രാജ്യങ്ങളിൽ ഹൃദയസ്തംഭനമുണ്ടായാലുടൻ പ്രാഥമിക ശുശ്രൂഷ നൽകി രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുന്നതിനാൽ മരണനിരക്ക് താരതമ്യേന കുറവാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹൃദയസ്തംഭനം സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഓരോ നിമിഷവും രോഗിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. എത്രയും പെട്ടെന്ന് അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയാൽ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനസ്തേഷ്യോളജിസ്റ്റ് ഭാരവാഹികൾ പറയുന്നു. ഓരോ വീട്ടിലും ഒരു ജീവൻ രക്ഷാ പ്രവർത്തകൻ എന്നാണ് നമ്മളുടെ ഇതിൻ്റെ മുദ്രാവാക്യം തന്നെ. എന്ന് പറഞ്ഞാൽ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരെയും പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ കംപ്രഷൻ ഓൺലി ലൈഫ് സപ്പോർട്ട് കോഴ്സ് എന്ന പദ്ധതി നടപ്പാക്കി ജീവൻ രക്ഷാ പ്രക്രിയയെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവർ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കളക്ടർ S. ഷാനവാസ് ജീവൻ രക്ഷാ പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മോള് പഠിക്കുന്ന കോളേജിൽ ഇതുപോലെ ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് എൻ്റെ മോളാണ് എന്നെ വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്യണം. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ അബോധാവസ്ഥയിലാവുകയും എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനിത് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അത്രയും പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി തിരിച്ച് വന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല, ആ പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത ആളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. മാറലിന് താഴെ കൈവച്ച് ഉപ്പിറ്റുകൊണ്ട് തുടർച്ചയായി അമർത്തിയാണ് രക്ഷാപ്രക്രിയ നടത്തേണ്ടത്. വിദ്യാർത്ഥികൾക്ക് ഇത്തരം രക്ഷാപ്രവർത്തനം പരിചയപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ഇത്തരം അടിയന്തര രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ബോധവൽക്കരണം ഒരു തുടർ പ്രക്രിയയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതോടൊപ്പം പാഠ്യപദ്ധതിയിൽ ഇത്തരം അടിയന്തര രക്ഷാപ്രക്രിയ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ISA കേരള ചാപ്റ്റർ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എക്സ്റേ യന്ത്രം തകരാറിലായി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് രോഗികളെ ദുരിതത്തിലാക്കി എക്സ്റേ യന്ത്രം നിശ്ചലമായത്. ടെക്നീഷ്യന്മാരെത്തി നന്നാക്കാൻ ശ്രമിച്ചുവെങ്കിലും യന്ത്രത്തിന്റെ ഒരു ഭാഗം തകരാറിലായതിനാൽ നന്നാക്കാൻ സാധിച്ചില്ല. ദിവസം 250-ലേറെ എക്സ്റേ എടുക്കുന്ന മെഷീനാണ് നിശ്ചലമായത്. അവശേഷിക്കുന്ന ഒരു യന്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ എക്സ്റേകൾ നടക്കുന്നത്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നവംബർ 1, 2, 3 തീയതികളിലായി കുന്നംകുളത്ത് നടക്കും. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇത്തവണ ഗുരുവായൂർ വേദിയാകും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള കുന്നംകുളത്തെ വിവിധ വേദികളിലായി വിപുലമായി നടത്താനാണ് തീരുമാനം. റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം ഈ മാസം 23, 24 തീയതികളിലായി തൃശൂരിലാണ് ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ ടൗൺ ഹാൾ, സേക്രഡ് ഹാർട്ട്, ഹോളി ഫാമിലി, കാൽഡിയൻ, മോഡൽ ഗേൾസ് എന്നീ വേദികളിലാണ് ജില്ലാ ശാസ്ത്രമേള അരങ്ങേറുക. നവംബർ 12 മുതൽ 15 തീയതി വരെയാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റവന്യൂ ജില്ലാ കലോത്സവം അരങ്ങേറുക. പ്രളയത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ചിലവ് ചുരുക്കിയും ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ ഒഴിവാക്കിയും ആർഭാടങ്ങളില്ലാതെയുമാണ് കലാകായിക മേളകൾ ഒരുക്കിയത്. ഈ മാസം അവസാനത്തോടെ ഉപജില്ലാ കലോത്സവങ്ങൾ പൂർത്തീകരിക്കാനാണ് ധാരണ. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നവംബർ 4 മുതൽ 9 വരെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സംഭാവന സ്വീകരിച്ചാണ് മേളകൾക്കായുള്ള ഫണ്ട് സമാഹരിക്കുക. ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും 20 രൂപയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നിന്ന് 30 രൂപയും അധ്യാപകരിൽ നിന്ന് 300 രൂപ വീതവും സംഭാവന പിരിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, TCV. ഇടവേള. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. 62 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ദ ന്യൂ തൃശൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വലപ്പാട് ബ്രാഞ്ച് ഓഫീസ് ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. വലപ്പാട് കുരിശുപള്ളിക്ക് സമീപം L3 കോംപ്ലക്സിന്റെ 1ാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആധുനീകരിച്ച പുതിയ ഓഫീസിന്റെ ആശീർവാദക്രമം വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ നിർവഹിച്ചു. ഗീതാ ഗോപി MLA ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളോടുള്ള വിശ്വസ്തത പുലർത്തുന്ന കമ്പനിക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് MLA അഭിപ്രായപ്പെട്ടു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് എന്നിവർ മുഖ്യാതിഥികളായി.
31 ബ്രാഞ്ചുകളുള്ള കമ്പനിയെ 2025ഓടെ 50 ബ്രാഞ്ചുകളാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ദ ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി വ്യക്തമാക്കി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന അജയ് ഘോഷ്, വലപ്പാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, K3A സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ KA ബോബൻ എന്നിവർ സംസാരിച്ചു. 33 വർഷത്തെ സേവനത്തിന്റെ പെരുമയാണ് മാതൃസ്ഥാപനമായ വലപ്പാട് ബ്രാഞ്ചിനുള്ളത്. ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഡെപ്പോസിറ്റ്, ബോണ്ട്, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയ സേവനങ്ങൾ കമ്പനിയുടെ പ്രത്യേകതയാണ്. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഫുഡ്മാ സോണിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തി. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ നടന്ന ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം മേയർ അജിത വിജയൻ, ഗായകൻ സന്നിധാനന്ദൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ഫുഡ്മാ സോൺ ജനറൽ മാനേജർ സന്ദീപ് മേനോൻ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആനപ്രേമികളുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ആനക്കാരണവർ പാറമേക്കാവ് രാജേന്ദ്രനെ അനുസ്മരിച്ച് പൂരനഗരി. പാറമേക്കാവ് ദേവസ്വവും ഭക്തരും ആനപ്രേമികളും സംയുക്തമായാണ് പ്രിയ ഗജവീരനെ അനുസ്മരിച്ചത്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് K. സതീഷ് മേനോൻ, സെക്രട്ടറി B. രാജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി V. ജയൻ, വൈസ് പ്രസിഡന്റ് ബാലഗോപാൽ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ ചന്ദ്രശേഖരൻ, സെക്രട്ടറി പ്രൊഫസർ M. മാധവൻകുട്ടി, ആന വിദഗ്ധൻ ഡോക്ടർ T.S. രാജീവ് തുടങ്ങിയവർ രാജേന്ദ്രനെ അനുസ്മരിച്ചു. അതിവേഗം ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ മനുഷ്യത്വത്തിന് നിലനിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകണമെങ്കിൽ തൊഴിലാളികളുടെയും ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവരുടെയും ക്ലേശം അനുഭവിക്കുന്നവരുടെയും പോരാട്ട മുന്നണി ഇന്ത്യൻ സമൂഹത്തിൽ സജീവമായി ഉണ്ടാകണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. പ്രൊഫസർ V. അരവിന്ദാക്ഷൻ പുരസ്കാരം പ്രസിദ്ധ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ആനന്ദ് തെൽത്തുംദേക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ കാൽ കീഴിൽ അടിയറ വയ്ക്കരുതെന്ന് അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ആ മുന്നറിയിപ്പ് ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ അടിയറ വെച്ചുവെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ 50,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങിയ പുരസ്കാരം MA ബേബി ആനന്ദ് തെൽത്തുംദേക്ക് സമർപ്പിച്ചു. പ്രൊഫസർ V. അരവിന്ദാക്ഷൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൊതുബുദ്ധിജീവികളുടെ സാമൂഹിക ധർമ്മം എന്ന വിഷയത്തിൽ ഡോക്ടർ ആനന്ദ് തെൽത്തുംദെ സ്മാരക പ്രഭാഷണം നടത്തി. ഡോക്ടർ PS ഇക്ബാൽ, ഡോക്ടർ KP മോഹനൻ, V. സുരേഷ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ലഘുലേഖ പ്രകാശനവും സമ്മാന വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പെട്രോൾ പമ്പ് ഉടമയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന് പോലീസ്. വേലൂരിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് FCIയിൽ നിന്ന് കൊണ്ടുവന്ന പുഴുവരിച്ച ഗോതമ്പ് തിരിച്ചയക്കാൻ നിർദ്ദേശം. കുരിയച്ചിറ സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് എത്തിച്ച അരിയിൽ ചെള്ള് കണ്ടെത്തിയതിനെ തുടർന്ന് 3 ലോഡ് അരി മില്ലിലേക്ക് തിരിച്ചയച്ചു. തുലാവർഷം തുടങ്ങിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജില്ലയിൽ ഇടിമിന്നലിലും മഴയിലും പരക്കെ നാശനഷ്ടം. അതിരപ്പിള്ളിയിൽ ദമ്പതികൾക്ക് ഇടിമിന്നലേറ്റു. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ മരം വീണ് കാറുകൾ തകർന്നു. പുതുക്കാട് പാഴായിൽ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവം. വിദേശത്തുള്ള സാക്ഷികളുടെ വിചാരണ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തി തൃശൂർ ജില്ലാ കോടതി ചരിത്രം സൃഷ്ടിച്ചു. പുതിയ വാഹനങ്ങൾ മാസങ്ങളോളം ഓടിച്ച ശേഷം കിലോമീറ്ററിൽ കൃത്രിമം നടത്തി വിൽപ്പന നടത്തുന്നത് വ്യാപകമാകുന്നു. പുതിയ വാഹനങ്ങളുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തൽ. തൊഴിയൂർ സുനിൽ വധക്കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികൾ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയതായി അന്വേഷണ സംഘം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ആഘോഷങ്ങൾക്ക് ഭാഷയില്ല, അതിരുകളില്ല. കല്യാൺ സിൽക്സ്. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.